പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ഇപ്പം പലവിധമായ വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പാവട്ടെ പരസ്യപ്രചരണം അവസാനിക്കാനുള്ള സമയത്തിലേക്കും എത്തിയിരിക്കുന്നു. കലാശക്കൊട്ടിൻ്റെ സമയത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് നിലമ്പൂരിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ അവിടെ അതിശക്തമായ പ്രചരണം നടത്തുന്നുണ്ട് 3-4 പേരും. അപ്പോൾ LDFിൻ്റെ ക്യാമ്പിൽ ശക്തി പകർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ തുടരുകയാണ്. ഇന്നലെ കേരളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി നാളെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങും. ബെൻസനും ഒപ്പം ബിനിൽ ലീല സാബുവും ആസിഫും ഒക്കെ നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം ബെൻസണിലേക്ക് പോവുകയാണ്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇടത് ക്യാമ്പിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ പ്രചരണം അവസാന ലാപ്പിലാണ്. പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി 1-2 ദിവസങ്ങൾ കൂടിയേ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി പേരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും, എല്ലാ മുന്നണികളും. നമ്മൾ ഇടത് ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ സ്വരാജിന് വേണ്ടി അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നലെ കേട്ടു, ഇന്നും തുടരുന്നുണ്ട്. എന്താണ് ഇടതു ക്യാമ്പിൽ നിന്നും പറയാനുള്ളത്? ഇന്ന് എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത്? സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനമൊക്കെ എവിടെയാണ് ബെൻസൺ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ 2ാം ഘട്ട പ്രചാരണം അതിൻ്റെ ഗിയർ മാറ്റി കൂടുതൽ വലിയ രീതിയിൽ പ്രചാരണം കൊഴുക്കുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മന്ത്രിമാരുടെ ഒരു വലിയ സംഘം മണ്ഡലത്തിലുണ്ടായിരുന്നു. അവർ വിവിധ ഇടങ്ങളിൽ, വിവിധ യോഗങ്ങളിൽ, വിവിധ കുടുംബയോഗങ്ങളിൽ, അതോടൊപ്പം തന്നെ പൊതുയോഗങ്ങളിലെല്ലാം തന്നെ സംസാരിക്കുന്നു. വലിയ പ്രചാരണമായിരുന്നു. ഇന്നലെ മുതൽ മുഖ്യമന്ത്രിയുണ്ട്, അടുപ്പിച്ച് 3 ദിവസം മണ്ഡലത്തിലുണ്ട്. 3 ദിവസങ്ങളിൽ 6 പൊതു പരിപാടികളിൽ, പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. ഇന്നലെ 2 പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ഇന്ന് 2 പൊതുയോഗങ്ങളിലും നാളെ 2 പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഇപ്പോഴും മന്ത്രിമാരുടെ നീണ്ട നിര തന്നെ മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ CPIഎമ്മിൻ്റെ മുതിർന്ന നേതാക്കളുണ്ട്, ഘടകകക്ഷികളുടെ LDFിലെ ഘടകകക്ഷികളായിട്ടുള്ള മറ്റു പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ വലിയ രീതിയിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മണ്ഡലത്തിൽ. അതും കൃത്യമായിട്ടും ഉയർന്നു വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ ഉത്തരം. നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു, പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഏത് തരത്തിലായിരിക്കും മറുപടി ഉണ്ടാവുക എന്നതാണ് പ്രധാനം, അല്ലെങ്കിൽ അതിനാണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ പറയുകയുണ്ടായി. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ പൊതുയോഗം ആരംഭിച്ചപ്പോൾ തൊട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മറുപടി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പൊതുയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് മൂത്തേടം അതുപോലെ തന്നെ ചുങ്കത്തറ പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനമുള്ളത്. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പഞ്ചായത്തുകളിൽ വീണ്ടും പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം എത്തി പ്രധാനപ്പെട്ട പൊതുയോഗങ്ങളിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളെയും നേരിൽ കണ്ടുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഈ പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിത്തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സിനിമ രംഗത്തെ പ്രവർത്തിക്കുന്ന ആളുകളും ഇന്ന് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ പ്രചാരണം കൊഴുക്കുകയാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞും തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ചില ആരോപണങ്ങൾക്കെല്ലാം തന്നെ മറുപടി പറയാതെ തന്നെ കൃത്യമായും അവജ്ഞയോട് അത് തള്ളിക്കളയുന്നു എന്നാണ് പറയുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രചാരണ പരിപാടികൾ മുൻപോട്ട് പോവുകയാണ്. ഇന്നലെയെല്ലാം തന്നെ ഉയർന്നു വന്ന, മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ മുഖ്യമന്ത്രി ഉത്തരം പറയുന്നു. അതിൽ മറുപടി എന്ത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായും അതിൻ്റെ ഒരു രാഷ്ട്രീയ വിശകലനം എന്ന നിലയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരം വരുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഈ പലപ്പോഴും ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെല്ലാം തന്നെ എത്ര പക്വമായിട്ടുള്ള രീതിയിലാണ് LDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നും അതിൻ്റെ പ്രതികരണം വരുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് പലപ്പോഴും ചർച്ചയായിട്ടുള്ളതുമാണ്. ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം മുൻപോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം മുൻപോട്ട് വെക്കാറില്ല. ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു പോകാറാണ് പതിവ്. അദ്ദേഹത്തിൻ്റെ, അതായത് കഴിഞ്ഞ 9 വർഷക്കാലം ഉണ്ടായിട്ടുള്ള ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണോ പൂർണ്ണമായിട്ടും സജ്ജമാണ്, സെറ്റാണ്. മുഖ്യമന്ത്രി അടക്കം അവിടെ എത്തി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണവും നടത്തുകയാണ്, കൊഴുക്കുകയാണ് പോരാട്ടക്കളം. ശരി, ഇനിയിപ്പോൾ നേരെ നമുക്ക് UDF ക്യാമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ബിനിൽ ലീല സാബു ഉണ്ട് എനിക്കിപ്പം. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ മന്ത്രിപ്പടയൊന്നും ഇല്ലെങ്കിലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ആര്യാടിന് വേണ്ടി വോട്ട് തേടി നിലമ്പൂരിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് നയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ പിന്തുണാ വിവാദമൊക്കെ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വിവാദമൊക്കെ ഏറെക്കുറെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു മട്ടാണ് ഈ നിലമ്പൂരിൽ UDF ക്യാമ്പിലുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം മാക്സിമം നൽകാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളമാണ് UDFിൻ്റെ പ്രതീക്ഷ? ഇന്ന് എന്തൊക്കെയാണ് നടക്കാനുള്ളത്?
സേതു പറഞ്ഞതുപോലെയാണ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. രണ്ടാം ഘട്ടത്തിലേക്ക് അതിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ വലിയ ആത്മവിശ്വാസം UDF സ്ഥാനാർത്ഥിക്കും നേതാക്കൾക്കുമുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്ന വിലയിരുത്തലാണ് അവർക്കുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ റിവ്യൂ മീറ്റിംഗ് എല്ലാ ദിവസവും രാത്രിയിൽ അവരുടെ റിവ്യൂ മീറ്റിംഗ് ചേരുന്നുണ്ട്. ആ റിവ്യൂ മീറ്റിംഗിൽ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് PV അൻവർ പിടിക്കുക LDFന്റെ വോട്ടുകളായിരിക്കും കൂടുതൽ എന്നൊരു നിഗമനത്തിലാണ് ഉള്ളത്. അതായത് UDFന്റെ വോട്ടുകൾ അധികം പിടിക്കാൻ സാധ്യതയില്ല. ചില പഞ്ചായത്തുകളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചുങ്കത്തറ പഞ്ചായത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ UDFിനുള്ളിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് UDF ക്യാമ്പ് ഇപ്പോഴുള്ളത്. സേതു പറഞ്ഞതുപോലെ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആ വിഷയം അങ്ങനെ അങ്ങ് അവസാനിച്ചിട്ടില്ല. കാരണം ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കടന്നാക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെ കടന്നാക്രമിച്ചാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് മാറ്റമുണ്ട്, മതരാഷ്ട്രവാദികളെന്നാണ് അവരെ പറയുന്നത്, അല്ലെങ്കിൽ ആ നിലപാടുള്ള ആളുകളെന്നാണ് വിമർശനം. അത് മാറി ആ നിലപാട് ഇപ്പോൾ ഇല്ല എന്നായിരുന്നു VD സതീശൻ പറഞ്ഞു വെച്ചത്. പക്ഷേ അതിനെ നഖശികാന്തം എതിർക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ ചെയ്തത്. പ്രത്യേകിച്ച് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം, അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ അതിന്റെ ഉദ്ഘാടന വേളയിൽ നിന്നും അന്ന് പാണക്കാട് തങ്ങൾ പങ്കെടുത്തിരുന്നില്ല. പാണക്കാട് തങ്ങൾ അതിനോട് വിയോജിച്ച് നിന്നവരാണ്. ഇന്നത്തെ ലീഗ് നേതാക്കൾ അത് ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല അവർ ഇപ്പോഴും ആ നിലപാട് തുടരുന്ന ആളുകളാണ്. അതുകൊണ്ട് മാത്രമല്ല ലീഗ് നേതൃത്വം അറിയാതെ ഇങ്ങനെ ഒരു പിന്തുണ ലഭിക്കാൻ ഇടയില്ല. ഇതിന് ഇപ്പോഴത്തെ ലീഗ് നേതൃത്വത്തിനും പങ്കുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്തായാലും രാഷ്ട്രീയമായി അത് UDFന് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് അത്. പക്ഷേ UDF ക്യാമ്പ് പറയുന്നത് അത് വലിയ രീതിയിൽ അങ്ങനെ അങ്ങ് ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് UDF ക്യാമ്പിന്റെ പിന്തുണ. അതായത് പിന്തുണ പല ആളുകളും പിന്തുണ പ്രഖ്യാപിക്കും, പല പാർട്ടികളും പിന്തുണ പ്രഖ്യാപിക്കും. ആ പിന്തുണ ആ രീതിയിൽ കണ്ടാൽ മതി, അതിനെ വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ബിനിൽ. കാരണം പരമാവധി ഉണ്ടായ വിവാദങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഏതെങ്കിലും രീതിയിലൊക്കെ അതിനെ ഒന്ന് ഒതുക്കി ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം മാക്സിമം നിലമ്പൂരുകാരിലേക്ക് എത്തിച്ച് പരമാവധി വോട്ട് പെട്ടിയിലാക്കാൻ തന്നെയാണ് UDFന്റെയും ശ്രമം. ഇനി ആസിഫ് കൂടിയുണ്ട് എനിക്കിപ്പം. ആസിഫെ, ഗുഡ് മോർണിംഗ്. നമ്മൾ LDF ക്യാമ്പിലെയും UDF ക്യാമ്പിലെയും വിശേഷങ്ങൾ അറിഞ്ഞു. BJP ക്യാമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണം. ഒപ്പം PV അൻവർ ഉണ്ട്. മുഴുവനായി ഇപ്പോൾ നിലമ്പൂര് പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്താൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. മൊത്തത്തിൽ നിലമ്പൂരിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട് ആസിഫ്? തീർച്ചയായും LDFനെയും UDFനെയും സംബന്ധിച്ച് അവർ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇറക്കിയുള്ള അവരുടെ പ്രചാരണം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് നമുക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളതായി കണക്കാക്കുന്നത് അൻവറിനെയാണ്. PV അൻവറിൻ്റെ പ്രചാരണം നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പോലൊരു പ്രചാരണമല്ല എന്നുള്ളത് കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഈ വലിയ റോഡ് ഷോയും മറ്റുമായി PV അൻവറിനെ അങ്ങനൊരു പ്രചാരണത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ചില പ്രാദേശികമായ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരുന്നു. സാമുദായിക നേതാക്കളുമായി, അത് പ്രാദേശികമായിട്ടുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച ചെയ്യുന്നു. ഈ 9 കൊല്ലം അൻവർ MLA ആയിരുന്ന സമയത്ത് ചെയ്ത വികസന പദ്ധതികൾ, അതിൻ്റെ ഗുണഭോക്താക്കളെ പോയി നേരിൽ കാണുകയും അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലാണ് പ്രധാനമായും അൻവറിൻ്റെ പ്രചാരണം. മറ്റൊരു കാര്യം, അൻവർ പ്രധാനമായും ഊന്നുന്നത് ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളിലേക്കാണ്. ആ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്കൊന്നും കഴിയുന്നില്ല. അത് ഏത് തരത്തിൽ അതിനെ നമ്മൾ ഒരുമിച്ച് നേരിടണം തുടങ്ങിയ ബോധ്യപ്പെടുത്തലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ തരത്തിൽ ആ മേഖലയിലെ ജനങ്ങളുടെ ഒരു വോട്ട് നേടാനുമുള്ള ഒരു ശ്രമമാണ് അൻവർ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ അൻവർ താൻ വിജയിക്കില്ല, തനിക്ക് 25,000 വോട്ടല്ലേ നേടാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന അൻവർ ഇപ്പോൾ താൻ വിജയിക്കും, അതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം അൻവർ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാലും അൻവറും ഈ താരപ്രചാരകരെ രംഗത്ത് ഇറക്കി പ്രചാരണം മുന്നോട്ട് പോകാനുള്ള ഒരുക്കങ്ങളിലേക്കാണ്. യൂസുഫ് പത്താൻ അൻവറിന് വേണ്ടി പ്രചാരണത്തിന് എത്തുന്നുണ്ട്. അങ്ങനെ താനുമുട്ട് പിന്നിലല്ല പ്രചാരണ രംഗത്ത് നിന്ന് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അൻവറും കാണിക്കുന്നുണ്ട്. പക്ഷേ അൻവറിൻ്റെ ഒരു പ്രചാരണ രീതി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേതാക്കൾ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും മറ്റ് നേതാക്കളും ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രചാരണം തന്നെയാണ് BJP ക്യാമ്പും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ പ്രചരണം എല്ലാവരും ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ മുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നോട്ട് പോകുന്നു. വിവരങ്ങൾ നൽകുകയാണ് നിലമ്പൂരിൽ നിന്ന് നമ്മുടെ ബെൻസനും ബിനിൽ ലീല സാബുവും ഒപ്പം ആസിഫും.